അപ്പോൾ ഇത് നമുക്ക് വിളിക്കാം. ഓക്കെ അല്ലേ? ഒന്ന് കൈയിടിക്കും മോനെ. വൈഫിൻ്റെ അമ്മ ഉണ്ടായിരുന്നു. പുള്ളിക്കാരി അവിടെ ഭയങ്കര ടീച്ചറൊക്കെ ആയിരുന്നു, ബയോളജി ടീച്ചറൊക്കെ ആയിരുന്നു. അപ്പം ഈസുവിൻ്റെ അടുത്ത് ചോദിച്ചു മോനെ ആരാവണമെന്ന് ആഗ്രഹം. അതുകൊണ്ട് അമ്പാനാവണമെന്ന് ആഗ്രഹം. പ്രിയയുടെ അടുത്ത് പറഞ്ഞു മോളെ നീ നിന്റെ മകനെ നല്ല രീതിയിൽ എന്ന് പറഞ്ഞു. ഞാൻ അവനോട് ചോദിച്ചു എന്താ ആഗ്രഹം. അപ്പം അവൻ പറഞ്ഞു അംബാനി ആവാനാണ് ഇതിൽ ആക്ച്വലി എന്താ ഇന്നത്തെ പരിപാടി ഈ ഡയലോഗ് സിനിമയിലുണ്ട്. പെണ്ണിന് എന്താ പരിപാടി? അവിടുത്തെ ആൾക്കാർക്ക് ഫേവറബിൾ ആയിട്ട് അല്ലെങ്കിൽ കൺസിഡറബിളി ഒരു ആക്ടിവിറ്റി ആക്ഷൻ ഒന്നും നടന്നില്ലെങ്കിൽ ഐ ഡയർ ടു ആസ്ക് ക്വസ്റ്റ്യൻ. അങ്ങനത്തെ ഒരു കുറച്ചും കൂടി സോഷ്യലി മിനി. സജിൻ്റെ ക്യാരക്ടർ ഒരു രാജേന്ദ്രപ്രസാദ് എന്ന് പറയുന്നൊരു അധ്യാപകനാണ്. രതീഷ് പറഞ്ഞു ഈ സംസാരിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ എഴുതി കാണിക്കാൻ അങ്ങനെ സംസാരിക്കാൻ പറഞ്ഞു. എന്താ പേരുന്ന് അങ്ങനെ എഴുതും. അതാണ് ആ പാട്ടിലും ഉണ്ട്. ഡാൻസ് കളിക്കുമ്പോ കുറച്ച് ഡാൻസ് പഠിപ്പിച്ച് മറ്റേ പാട്ടുണ്ടില്ലേ, അത് കുറച്ച് പണിയായിരുന്നു. അതാർന്ന പാട്ട്. ചെറുതായിരുന്നപ്പോഴും ചാക്കോച്ചന്റെ കല്യാണം നിശ്ചയിക്കുമോ, കല്യാണം കഴിയുമോ? അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ഒരു പോസ്റ്റർ എനിക്ക് കൊണ്ട് തരാം, ചാക്കോച്ചൻ എനിക്ക് ഇനി ഇത് വേണ്ട. അത്ര ഹാർഡ് ബ്രോക്കൺ ആയിരുന്നു. ക്രിക്കറ്റർ കൂടെ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുമായിരുന്നു. IPL ഒരു ഫേവറേറ്റ് ടീം ഉണ്ടെങ്കിൽ ചാക്കോച്ചൻ്റെ ഇപ്പോഴും കൂടെ നിൽക്കുന്നത് CSK ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്. ചെന്നൈ സൂപ്പർ കിങ്സ് വിസിൽ പോഡ്. നമുക്ക് ഹലോ ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. ചോദിച്ച് പോവാം. അപ്പോൾ ഈ സെലിബ്രേഷൻസ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒരു വർഷം കുറേ സെലിബ്രേഷൻസ് ഉണ്ട്. ഓണം, ക്രിസ്മസ്, വിഷു. അപ്പോൾ ഈ ഒരു നെക്സ്റ്റ് സെലിബ്രേഷൻ എന്ന് പറയുന്നത് വിഷു ആണ്. പക്ഷേ ഈ ഒരു സെലിബ്രേഷൻ കുറച്ച് ദുരൂഹമായിട്ട് നമുക്കൊന്ന് ആഘോഷിക്കാം. എന്താണ് അഭിപ്രായം? വിഷു കുറച്ച് ദുരൂഹം ആയാലോ? യെസ്. അപ്പോൾ ഈ വരുന്ന വിഷുവിന്, ഈ വരുന്ന 15th തിയേറ്ററിൽ ഹിറ്റ് ചെയ്യുന്ന മൂവിയാണ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ, അല്ലേ? അപ്പോൾ ആ സിനിമയുടെ ഓൾറെഡി നമ്മളതിൻ്റെ പരിപാടികൾക്ക് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ബാറ്റിൽ വെയിറ്റിംഗ് ടു see the movie on theaters. അപ്പോൾ വെൽക്കം ടു. ഹലോ, താങ്ക് യു. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു ഈ ഒരു സെഷനിലെ ലാസ്റ്റ് ഇൻ്റർവ്യൂ ആണ്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്രസ് മീറ്റിൻ്റെ ഇതിലേക്ക് പോകാതിരിക്കുകയാണ്. കുറേ ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്തു. അപ്പോൾ ഇത് നമുക്ക് വിളിക്കാം. ഓക്കെ അല്ലേ? ഒന്ന് കൈയിടിക്കും. അപ്പോൾ ചാക്കോച്ച, ഈ ഒരു വിഷുവിനുള്ള ദുരൂഹത എന്താ ശരിക്കും? ദുരൂഹ സാഹചര്യത്തിൽ നിന്നുള്ള സിനിമ വരുന്നത് തന്നെയാണ്. അത് ഒരു വിഷു റിലീസായിട്ട് വരുന്നത് വളരെ യാദൃശ്ചികമായിട്ടാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ആ ഒരു അവസ്ഥയിൽ വരാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. കാരണം തമാശയുണ്ട്, പ്രണയമുണ്ട്, ആക്ഷനുണ്ട്, നമ്മൾ ട്രെയിലറിൽ പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പ്ലസ് കുറച്ചുകൂടെ എന്താ പറയുക, ആക്ഷേപഹാസ്യവും കുറച്ചുകൂടി ഇമോഷണൽ കോഷ്യന്റും കൂടെയുള്ള ഒരു സിനിമയാണ് ദുരൂഹ സാഹചര്യത്തിൽ. ശരി. ഇതിൻ്റെ പോസ്റ്റേഴ്സ് ആണെങ്കിലും ബാക്കിയുള്ള കാണുമ്പോഴാണെങ്കിലും ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് കുറച്ചുകൂടെ എല്ലാവരും ഒരു ഹൈ എഫോർട്ട് ഇട്ട് ചെയ്യേണ്ട ഒരു പരിപാടി എന്ന് എനിക്ക് തോന്നി. കറക്റ്റാണോ സജിനെ? എല്ലാവരും എത്ര പണിയെടുക്കേണ്ടി വന്നു അല്ലേ ഇതൊരു? ഈ പടത്തിന് മാത്രമല്ല, എല്ലാ പടത്തിലും ഈ പറഞ്ഞ പോലെ കുറച്ച് ചാക്കോച്ചിനെ ഡാൻസ് പഠിപ്പിച്ച് മറ്റേ പാട്ടുണ്ടില്ലേ, അത് കുറച്ച് പണിയായിരുന്നു. അതാർന്ന പാട്ട്. അങ്ങനെ നല്ലൊരു ടീമിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റി ബ്രോ. നല്ലൊരു രതീഷേട്ടൻ്റെ ഒരു മീറ്റർ, വേറെ ഇതിലുള്ള മീറ്ററാണ് ഈ പടം. ശരി. രതീഷേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാവരും പെർഫോം ചെയ്തതിൻ്റെ ലുക്കിലും ഗെറ്റപ്പിലും പോസ്റ്റേഴ്സ് കാണുമ്പോൾ അറിയാൻ പറ്റും. ഇതുവരെയായിട്ടും കാണാത്ത ഞാൻ അങ്ങനെയെങ്കിലും എൻ്റെ ലുക്കൊക്കെ നോക്കി ചെറിയ മറുകുണ്ട്, ക്ലീൻ ഷേവ്ഡാണ്. ചാക്കോച്ചൻ്റെ മീശയുടെ ഇവിടെ ഒരു എന്തൊക്കെയോ അതിൽ ഒളിഞ്ഞ് കിടപ്പുണ്ട്. കണ്ടപ്പോൾ ജാഫർ കടക്ക് ലുക്ക് കണ്ടുണ്ടാവും. സ്റ്റൈൽ ഫുള്ള് ഇതിങ്ങനെ വെട്ടറല്ലേ ഇങ്ങനെ കാണുമ്പോ തന്നെ നമ്മൾ അന്നത്തെ നമ്മുടെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ബ്രൂസിനെ കട്ടത് ഇങ്ങനെ കട്ടി ഇങ്ങനെയൊക്കെയാ. പൈസ കൊടുക്കണം, പൈസ കൊടുത്തിട്ട് പറയാ മറ്റേ ആ ചേട്ടനോട് പറയും ചിരച്ചേക്കാൻ ഈ സ്ഥലം മൊത്തം കൊടുക്കണം. അതേപോലത്തെ ലുക്കാണ്. അവന്റെ തലത്തെ ചേന
ഇവിടെ സ്കൂളിൽ പോകുമ്പോൾ ആൾക്കാർ കളിയാക്കുകയും ചെയ്യും. അന്നത്തെ സ്കൂളിലൊക്കെ പോയി 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ഓടിച്ചിട്ട് വരുമ്പോഴൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ട് അല്ലേ? ആ കാറുകാരെ കാണുമ്പോൾ കഴിഞ്ഞ കുറച്ച് അറിയാൻ തുടങ്ങും. പക്ഷെ ഈ സിനിമകളിലെ ഇപ്പോൾ ആൾക്കാർ അറിഞ്ഞു തുടങ്ങുന്നു, അല്ലെങ്കിൽ ഒരു പടം വരുന്നതിന് മുമ്പ് തന്നെ ഒരു മാർക്കറ്റിംഗ് എന്ന് പറയുന്നൊരു സംഭവം വലിയൊരു പരിപാടിയാണ്. അപ്പോൾ അതിൽ ഏറ്റവും സന്തോഷം എനിക്ക് തോന്നിയൊരു കാര്യം, ഇന്നലെ ചാക്കോച്ചൻ വോട്ട് ചെയ്യുന്ന സമയത്ത് വോട്ട് ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ആൾക്കാരുണ്ടോ ചോദിക്കാൻ വന്നപ്പോൾ അവർ തന്നെ ചോദിച്ചൊരു ഈ ഒരു ചാക്കോച്ച ദുരൂഹ സാഹചര്യത്തിൽ വോട്ട് ചെയ്യാൻ വന്നതാണോ, എന്താണ് അഭിപ്രായം, അങ്ങനെ ഒരു ചോദ്യം എനിക്കപ്പോൾ അപ്പോൾ തന്നെ, കാരണം ആൾക്കാരപ്പോൾ അത് കണക്ട് ആകുമെന്നുള്ളത് അത് കേട്ടപ്പോൾ ആക്ച്വലി എന്ന് തോന്നി. അല്ല, അത് സന്തോഷം തരുന്ന കാര്യമാണ്. നമ്മുടെ സിനിമ അതിൻ്റെ പേരും അതിൻ്റെ അല്ലെങ്കിൽ കോണ്ടന്റുകളും ആൾക്കാർ മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ റീച്ച് കിട്ടിയിട്ടുണ്ടെന്ന് തെളിയിക്കുന്ന ഒരു കാര്യമാണ്. വോട്ട് ചെയ്യാൻ പോയ സമയത്ത് തന്നെ ഈ ഒരു ദുരൂഹ സാഹചര്യത്തിൽ വോട്ട് ചെയ്യാൻ ഇതിനെ പറ്റി എന്ത് ചോദിച്ചെന്ന് ചോദിച്ചപ്പോൾ അത് ശരിക്കും ആക്ച്വലി എനിക്ക് സന്തോഷം നൽകിയൊരു കാര്യമാണത്. ഒരു ദുരൂഹതയുമില്ലാതെയാണ് വോട്ട് ചെയ്യാൻ വന്നത് എന്ന് ഞാൻ പറയുന്നു. പിന്നെ നമ്മൾ ഈ വോട്ടിങ്ങിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളൊരു ചെറിയൊരു ടീസറൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ജാഫർക്ക് ഒരു ഡെഡ് ബോഡിയുടെ അടുത്ത് നിന്നിട്ട് എന്താ ഇത്ര നേരത്തെ മരിച്ചു, എൻ്റെ ഒരു വോട്ടല്ലേ പോയെന്നൊക്കെ പറഞ്ഞു പുള്ളി പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആൾക്കാരിലേക്ക് കറക്റ്റ് പോയിന്റായിട്ട് റീച്ച് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു സന്തോഷം നല്ലൊരു കാര്യമാണ്. ഈവൻ ഈ ഡാൻസ് സ്റ്റെപ്പുകളാണെങ്കിൽ പോലും സ്റ്റെപ്സും കാര്യങ്ങളും എല്ലാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഓരോ കോണ്ടന്റുകളും എന്തെങ്കിലും ഒരു യുണീക്നെസ് അതിനുണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന ഒരു ഐറ്റം അതിലുണ്ട് എന്ന് ഫീൽ ചെയ്തത്, അല്ലെങ്കിൽ ആ റെസ്പോൺസ് കിട്ടിയത് ഒരു സന്തോഷവും ഒരു ആശ്വാസവും തരുന്ന കാര്യമാണ്. അതെ, അത് കുറേ പേജിൽ അതിൻ്റെ ഐറ്റംസ് വന്നിട്ടുണ്ട്. ചാക്കോച്ചൻ പറഞ്ഞെടുത്ത് കുറേ റീൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. ആൻഡ് ജാഫ്രിക്ക, ഇതിൽ പരിപാടി എങ്ങനെയാണ് ജാഫ്രിക്കയുടെ? കാരണം ജാഫ്രിക്കയെ പറ്റി പറയുമ്പോൾ പല സിനിമയിലും പല പരിപാടി, ഏറ്റവും ഒരു വേഴ്സറ്റൈൽ എന്ന് ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള എന്ത് പരിപാടിക്കും ഓണാണ് എന്ന് പറയുന്ന ഒരു ആളാണല്ലോ ജാഫ്രിക്ക. ഇതിൽ ആക്ച്വലി എന്താണ് പരിപാടി? ഈ ഡയലോഗ് സിനിമയിലുണ്ട്, പെണ്ണിന് എന്താ പരിപാടി? സെയിം ഡയലോഗ് ഉണ്ടല്ലേ? അത് കൃത്യമായിട്ട് ഉത്തരവ് കൊടുക്കുന്നുണ്ട്. വിഷുവിന് കറക്റ്റ് പറ്റിയ പടം ഒന്ന് പറയാൻ പറ്റുമോ? പറ്റിയ പടം എല്ലാം എപ്പോഴറിയാനും പറ്റുമോ? സത്യം പറയാം കേട്ടോ. ഞാനങ്ങനെ ഒത്തിരി ഇൻഫ്ലുവൻസ് എടുത്തിട്ടുണ്ട്. എല്ലാവരും കാണണം, ഒരു വ്യത്യസ്ത സിനിമയാണെന്ന് ഞാൻ അങ്ങനെ ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. ഇത് കുറച്ച് ത്രൂ ഔട്ടൊക്കെ ഉള്ളതുകൊണ്ടും അതിനെക്കുറിച്ച് കുറേ പേരുമൊക്കെ അഭിനയിച്ചു കുറേ ദിവസങ്ങളുള്ളതുകൊണ്ട് അതിനെക്കുറിച്ച്, അല്ലാതെ ഞാൻ ചെറിയ 2 സീനൊക്കെ അഭിനയിച്ചെന്ന് പറഞ്ഞ് എനിക്ക് അഭിപ്രായം പറയാം. അപ്പം ഇത് എൻ്റെ മനസ്സിൽ അദ്ദേഹം കൃത്യം ചെയ്തു വെച്ചിട്ടുണ്ട്, ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇത് എല്ലാവരും ഒന്ന് കാണണം എന്നുള്ള അഭ്യർത്ഥനയുള്ളൂ. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലെപ്പോഴും ഒക്കെ പോകുന്ന അദ്ദേഹത്തിനെ സഹായിക്കുവാണോ എന്താ ചെയ്യണം? അതിൽ ഒരുപാട് ദുരൂഹതകളുണ്ട്. ഈ പറയുന്ന എല്ലാ ദുരൂഹതകൾ കഥാപാത്രത്തിൽ ഒളിഞ്ഞിരിക്കുന്നത്. എല്ലാ ക്യാരക്ടേഴ്സും അടിപൊളി. ഇപ്പോൾ ജാഫ്രിക്ക ഞാൻ പറഞ്ഞല്ലോ കുറേ ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ടെങ്കിലും ആൾക്കാർക്ക് ഇപ്പോഴും എനിക്കൊന്ന് ആ ടൈമിലൊക്കെ ഓർത്ത് വയ്ക്കുന്ന ഒരു പെർഫോമൻസ്, സ്റ്റേജ് പെർഫോമൻസിലൊക്കെ ഈ പെൺകുട്ടിയായിട്ട് വേഷം കെട്ടി മറ്റേ മിടിയും ടോപ്പും ഒക്കെ ഇട്ടിട്ട് ഈ പെൺകുട്ടികളുടെ വോയിസിൽ തന്നെ പാടുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അത് ആ സമയം കുറേ സ്റ്റേജുകളിൽ ചെയ്തിട്ടില്ലേ ജാഫ്രിക്ക? അതിൽ അത് ഈ 6-7 കൊല്ലമായിരിക്കും, 6-7 കൊല്ലം മുമ്പ്, ഒരു 8 കൊല്ലം എന്തോ ആയിക്കോട്ടെ, അവിടെ വെച്ച് ഈ സ്വരം പോയി. സ്വരം എത്ര സ്വരമായിപ്പോയി. ഇപ്പം എനിക്ക് ഇച്ചിരി കോളുണ്ട്. ഞാൻ 1995 ഞാൻ ജർമ്മനിയിൽ പോയി, മെറ്റ്ലാൻഡ് സിറ്റി. ശരി. അന്ന് പോകുന്നത് നമ്മുടെ ഡയറക്ടർ ജിത്തു സാറ്, അവർ നമ്മുടെ ഈ സിദ്ദീഖ് കലാഭവൻ സന്തോഷം എന്ന് പറയുന്നത്. അന്ന് ഞാൻ പോയത് സിദ്ദീഖിക്കായ്ക്ക് ഫീമെയിൽ പാട്ട് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് ഈ പാട്ട് ഫീമെയിൽ ഉണ്ടല്ലോ, അതിനോട് പോയിട്ട് അതുപോലെ തന്നെ പറച്ചിലൊക്കെ ആയിട്ട് സ്ത്രീകൾ സംസാരിക്കാൻ പറ്റും. അപ്പൊ അവരോട് അങ്ങനെ സംസാരിക്കാനാണ് എന്നോട് പറയുന്നത്. അപ്പൊ ഞാൻ അവരോട് സ്ത്രീയായിട്ട് സംസാരിക്കുന്നത് ഫീമെയിൽ വോയിസിൽ. അത് കള്ളത്തരം ഇല്ലാത്തൊരു ഫീമെയിൽ ആയിരുന്നു, അത് കറക്റ്റ് ഫീമെയിൽ ആയിരുന്നു. മിമിക്രി പരിപാടിയിലോട്ട് പോകാതെ ആണുങ്ങൾ പെണ്ണിന്റെ സ്വരം പറയുന്ന ഒരു അല്ല, എനിക്ക് അങ്ങനെ ഒരു കുഞ്ഞു സ്വരമായിരുന്നു.
ശരിക്കും പഴത്തൊക്കെ പാട്ട് പാടി ഉറക്കാം ഞാൻ താമരപ്പൂ ഭയങ്കര അതൊക്കെ പാടുന്ന പാട്ടാണ്. ശരി. ഫുൾ പാട്ട് ആ കേട്ടോല്ലോ. സ്വരവും മാറി, തരവും മാറി, രൂപവും തരവും മാറി, എല്ലാം മാറി. വെള്ളം തയ്ക്കാൻ കൂടെ സിനിമ ചെയ്തോലെയല്ല. അങ്ങനെ ഇച്ചിരി പൈസ കൈ കിട്ടി, അതുകൊണ്ട് മര്യാദയ്ക്ക് ജീവിച്ചു. സ്വരം മാറിയപ്പോ പാട്ട് നന്നായെന്നൊക്കെ പറയണ്ട. അതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് നല്ല വന്നിട്ടുള്ളൂ. അല്ല, എന്റെ കൊച്ചിന്റെ കഥ പറച്ചിലെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. അടിപൊളി. ഞാൻ നന്ദി അത് പറഞ്ഞ് ഓർമ്മിപ്പിച്ചു. അതെ അത് കുറേ ടൈം കുറേ കാലമായിട്ടുണ്ടായിരുന്നു. അതെ അതെ. ചിദംബരം പറയൂ, ആസ് ആൻ ആക്ടർ ഫീമെയിൽ ടോണി ഫീൽ ഫീമെയിൽ ഒന്ന് പറഞ്ഞു നോക്കാന്നല്ലേ? ആക്ച്വൽ ടോണിന്റെ കേൾക്കാൻ പറ്റും. സിനിമ അഭിനയം പുതിയ അനുഭവമായിരുന്നു. എന്താ പറയാ, കുറച്ച് ടഫായിരുന്നു. അത്രത്തോളം ടഫായിട്ടുള്ള ക്യാരക്ടറുമാണ്. അത്രയും വലിയ ക്യാരക്ടർ പ്രതീക്ഷിച്ചിരുന്നില്ല. അതിനുള്ള തയ്യാറെടുപ്പുകളൊന്നും ഇല്ലായിരുന്നു. അവിടെ പോയപ്പോഴാണ് അതിന്റെ സീരിയസ്നെസ്സും അതിന്റെ ഭീകരതയും മനസ്സിലായത്. അപ്പം ആസ് എ ഡയറക്ടറായിട്ട് ചെയ്ത കുട്ടീൻ്റെ ഒക്കെ എല്ലാം കിട്ടി അവിടെ. അതിന്റെ ഒരു തിരിച്ചറിവ് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ എല്ലാവരും അറിയുന്ന ആൾക്കാരാണ്. പിന്നെ രതീഷ് ഏട്ടൻ, വി ആർ ഇൻ സേഫ് ഹാൻഡ്സ്. അപ്പം അത് തന്നെ ഒരു നല്ല കോൺഫിഡൻസ് ആയിരുന്നു. ചാക്കോച്ചനോടൊക്കെ സംസാരിച്ച് പിന്നെ പതുക്കെ അതിൽ കയറി ഒരു കംഫർട്ട് പരിപാടിയിലായി. സെറ്റായി. തീർച്ചയായും. ശരണ്യ പറയൂ ഇതിലെ. അതെ, ശരണ്യ പറയട്ടെ. അതെ, ശരണ്യ പറയണം. ശരണ്യ എനിക്ക് പറയണം. യെസ്. ഇതിനകത്ത് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് മിനി എന്നാണ്, ചാക്കോച്ചൻ്റെ കൂടെ. അപ്പോൾ ഞാൻ അവിടുത്തെ തോൽപ്പെട്ടി എന്ന് പറഞ്ഞ പഞ്ചായത്തിൻ്റെ അവിടുത്തെ ഒരു കമ്മ്യൂണിറ്റി പേഴ്സൺ ആണ്. അവിടെ മറ്റേ അവിടുത്തെ ഒരു കമ്മ്യൂണിറ്റി ടാർഗറ്റഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കെമിസ്ട്രി പഠിപ്പിക്കുന്ന ടീച്ചറാണ്. കമ്മ്യൂണിറ്റി ഹാളിലല്ല, ക്ലാസ് എടുക്കുന്നേ ഉള്ളൂ. ടീച്ചറാണ്. അങ്ങനെ ക്യാരക്ടർ വൈസ് എന്താ സ്ട്രോങ് ഒരു പേഴ്സൺ ആണ്. ലൈക്ക് അവിടെ ഒരു എന്താ പറയുക, ഇപ്പോൾ ഒരു സോഷ്യൽ സിസ്റ്റം അവിടെ എന്തെങ്കിലുമൊക്കെ യുനോ എന്തെങ്കിലും അവിടുത്തെ ആൾക്കാർക്ക് ഫേവറബിൾ ആയിട്ട് അല്ലെങ്കിൽ കൺസിഡറബിളി ഒരു ആക്ടിവിറ്റി ആക്ഷൻ നടന്നില്ലെങ്കിൽ ഐ ഡെയർ ടു ആസ്ക് ക്വസ്റ്റ്യൻ. അങ്ങനത്തെ ഒരു കുറച്ചും കൂടി സോഷ്യലി ബോൾഡായിട്ട് എന്തിനും ഇടപെടുന്ന ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് അവരുടെ കൂടെ നിൽക്കുന്ന ഒരു ടീച്ചർ. അത്രയ്ക്കൊന്നും എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ തന്നെ ഇനി പറഞ്ഞേക്കാം. ഓരോ ഇന്റർവ്യൂവിലും ഓരോരുത്തർക്ക് പേര് നമ്മുടെ മറ്റേ സിനിമയിലെ തീപ്പൊരി പിരി അല്ലേ, അങ്ങനെ പറയുന്നു. അതെ, നമുക്ക് അപ്രീസിയേഷൻ കിട്ടുന്നത് എപ്പോഴും വളരെ സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ്. അതിപ്പം ആക്ടേഴ്സിൻ്റെ കയ്യിൽ നിന്നാണെങ്കിലും ക്രൗഡിൻ്റെ വോട്ടോവർ. അപ്പം അങ്ങനെ എനിക്കൊന്ന് അനശ്വരയൊക്കെ പറഞ്ഞിട്ടുണ്ട്, വൺ ഓഫ് ദി പേഴ്സണൽ ഫേവറേറ്റ് ആക്ടറാണ് എനിക്ക് സജിൻ എന്നുള്ളത്. ഇറ്റ്സ് എ വെരി ഗുഡ് തിങ് അല്ലേ. അതുപോലെ എനിക്ക് തോന്നുന്നു ആവേശമൊക്കെ കഴിഞ്ഞ സമയത്ത് എങ്ങനെയൊക്കെയോ ഈ ചെറിയ കുട്ടീസ് പിള്ളേർ സജിനെ വിളിച്ചിട്ട് ചേട്ടാ ബജറ്റല്ലേ സംസാരിക്കുമോ എന്നൊക്കെ പറഞ്ഞ് അത് ഒരു ഭയങ്കര ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. അതിലെ ഒരു ഏതെങ്കിലും ഒന്നോ രണ്ടോ കോൾസിനെ പറ്റി ഒന്ന് പറയാൻ പറ്റുമോ? ബ്രോ, ഇപ്പോഴും പിള്ളേർക്കൊക്കെ ഈ പറഞ്ഞ പോലെ ചെറിയ മറ്റേ ടി വി വെച്ചു കൊടുത്തിട്ടാണ് മറ്റേ പിള്ളേരൊക്കെ വെറുതെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഈ കുട്ടി ടി വി അതുപോലെ തന്നെ കൊച്ചു ടി വി ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കാണിക്കുന്നതിന് പകരം ഇപ്പോഴും ആവേശമൊക്കെ വെച്ച് കൊടുത്തിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോഴും വിളിക്കാം, ഇടയ്ക്കൊക്കെ പിള്ളേർ ഇതേപോലെ വിളിക്കും നൈറ്റ് ഒക്കെ ആയിട്ട് സമയമൊക്കെ ആയിട്ട് മറ്റേ ഫോൺ വിളിച്ചിട്ട് ഹലോ അമ്പാനല്ലേ വിളിക്കാറുണ്ട്. അതുകൊണ്ട് പിള്ളേരാണ് കൂടുതൽ ഫാൻസ്. അമ്പാനെ നേരിട്ട് കാണിക്കുമ്പോൾ നമ്മളെന്ന് പറയുമോ ഇതാണ് അമ്പാൻ എന്ന് പറയും, ഇതൊന്നല്ല അമ്പാൻ. അതായത് അതില് മീശ ഗെറ്റപ്പ് ബനിയനൊക്കെ വ്യത്യാസമുണ്ടല്ലോ അവർക്ക് ആ കോസ്റ്റ്യൂമില്. അതാണ്. പിന്നെ അത് കഴിഞ്ഞ് പല സിനിമയ്ക്കും വെയിറ്റ് കുറച്ചു കൂട്ടി. അങ്ങനെ ഒരു ഇതുണ്ട്. എന്നാലും പിള്ളേരൊക്കെ ഇപ്പോഴും വിളിക്കാറുണ്ട്. ഇത് പറഞ്ഞപ്പോഴേ ചാക്കോച്ചന്റെ ചാക്കോച്ചനെ പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ മറ്റേ ഈ സാധാരണ ആൾക്കാർ പറയുമല്ലോ കെട്ടുകണക്കിന് ലെറ്റർ വരുന്നത്, കെട്ടല്ല പറ്റി ചാക്കിലാണ് പൊതിഞ്ഞു കൊണ്ടുവന്നെന്നുള്ളത്. അത് വലിയൊരു നല്ലൊരു കാര്യമാണല്ലോ. നമുക്ക് അത്രയും റെസ്പെക്റ്റും നമുക്ക് അത്രയും ഫാൻസും എല്ലാവരും ഹാപ്പിനെസ് കിട്ടും. അവനോട് വലുതാവുമ്പോ ആരാണെന്ന് വെച്ചാൽ അമ്പാനാണെന്ന് അല്ല കോമ്പിനേഷൻ. വൈഫിന്റെ അമ്മ ഉണ്ടായിരുന്നു, പുള്ളിക്കാരി അവിടെ ഭയങ്കര ടീച്ചറൊക്കെ ആയിരുന്നു, ബയോളജി ടീച്ചറൊക്കെ ആയിരുന്നു. അപ്പം പഠിത്തമൊക്കെ ഭയങ്കര കാര്യമായിട്ട് നോക്കുന്നുള്ളൂ. അപ്പോൾ ഒരു ദിവസം ഈസുവിൻ്റെ അടുത്ത് ചോദിച്ചു മോനെ ആരാവണമെന്ന് ആഗ്രഹം. അപ്പം അമ്പാനാവണമെന്ന് ആഗ്രഹം.
എന്നിട്ട് പ്രിയയുടെ അടുത്ത് പറഞ്ഞു, മോളെ നീ നിന്റെ മകനെ നല്ല രീതിയിൽ എന്ന് പറഞ്ഞു. ഞാൻ അവനോട് ചോദിച്ചു എന്താ ആഗ്രഹം. അപ്പൊ അവൻ പറഞ്ഞു അംബാനി ആവാനാണ് അപ്പൊ പ്രിയ അവൻ എങ്ങനെ പറഞ്ഞത്, നീ പറഞ്ഞത് നിനക്ക് അംബാനി ആവാൻ അംബാൻ. അപ്പൊ പ്രിയ ഓക്കെ 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 അമ്മ അങ്ങനെ തന്നെ അമ്മ അങ്ങനെ തന്നെ ഓക്കെ. അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, ആ പവർഫുൾ പരിപാടി എന്ന് ഇന്നിപ്പോ പറഞ്ഞത്. 2 വർഷമായി 2 years സെലിബ്രേഷൻ എന്ത് റിലീസായിട്ട് പടം. ആടാ അപ്പോൾ ആ അവസരത്തിൽ എനിക്കൊന്ന് ഫഹദ് എപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരാൻ സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അങ്ങനെ എന്തെങ്കിലും സാധ്യതകൾ മനസ്സിലുണ്ടോ? അല്ല ഐ മീൻ ഉറപ്പായിട്ടും അങ്ങനെ സംസാരം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിന്റെ കറക്റ്റ് കാര്യങ്ങളൊക്കെ ആ സമയത്ത് ഒരു പുറത്തു വിടും. എപ്പോഴാണെന്നൊന്നും അറിയില്ല, ഞാനിതുവരെ പ്രതീക്ഷിച്ചിരിക്കുന്നു. സംഭവിക്കട്ടെ എന്തായാലും. കുറേ ക്യാരക്ടറുകൾ മാറ്റി വെക്കേണ്ടി വന്നില്ല അതിൽ അഭിനയിക്കാൻ വേണ്ടി? കുറേ ഇല്ല, 1-2 സിനിമകൾ വെച്ച് സമയമെടുത്ത് ഷൂട്ട് ചെയ്ത കാരണം കൊണ്ട് ചെയ്യാൻ പറ്റാണ്ടായി. അപ്പോൾ അത് ഇപ്പം നേരത്തെ കണക്ട് ചെയ്ത് ചോദിക്കാൻ വന്നത് മറ്റേ ചാക്കിലാണല്ലോ ലെറ്റർ വരുന്നത് എന്നുള്ളൊരു സംഭവം. അങ്ങനെ എപ്പോഴോ ഏതൊരു കുട്ടി ഇതുപോലെ ഇൻ്റർവ്യൂ ആസ് ആൻ ഇൻ്റർവ്യൂവർ ഞാൻ ചോദിക്കുക, ഇങ്ങനെ ചാക്കോച്ച ഇൻ്റർവ്യൂ എടുക്കണം അപ്പോൾ എന്നൊക്കെ പറഞ്ഞ് ഏതോ ഒരു കുട്ടി ആ ടൈമിൽ എന്നിട്ട് വന്നിട്ട് അങ്ങനെ എന്തൊരു ഫണ്ണി ഇൻസിഡൻറ്റ് നടന്നല്ലോ. അതായത് കൊല്ലത്തുനിന്നാണ് എപ്പോഴും വരുന്നോണ്ടിരുന്നത് പെൺകുട്ടി. ഞാനില്ലാത്ത സമയത്തൊക്കെ ആയിരിക്കും. അപ്പം അവിടെ വന്ന് വെയിറ്റ് ചെയ്യും, രാവിലെ വന്നിട്ട് വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്ത് തിരിച്ചു പോകും. അപ്പം അമ്മ കാണാറുണ്ട്. അപ്പം വീട്ടിൽ വരും, ഡെയിലി കൊല്ലത്തുനിന്ന് വരും, രാവിലെ വരും വൈകിട്ട് പോകും. അപ്പോൾ ഞാൻ ഷൂട്ടിങ്ങിനൊക്കെ ആയിരിക്കുമ്പോഴും അവിടെ വന്ന് നിൽക്കും, വെയിറ്റ് ചെയ്യും, ഇല്ലാന്ന് പറഞ്ഞാലും അവിടെ വെയിറ്റ് ചെയ്യും. ഒരു ദിവസം ഞാൻ അവിടെ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് പുള്ളിക്കാരി വന്നു. അപ്പോൾ അമ്മ പറഞ്ഞു ഇങ്ങനെ ഒരു കൊച്ചു വന്നിട്ടുണ്ട്, നിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ എടുക്കണമെന്നും പറഞ്ഞാൽ വന്നിരിക്കുന്നത്, എപ്പോഴും വരാറുണ്ട്. അപ്പോൾ ശരി ഓക്കെ എന്ന് പറഞ്ഞ് ഇറങ്ങിച്ചെന്ന് എന്നെ കണ്ടപ്പോൾ അത് ആദ്യം എന്നോട് ചോദിച്ചത് എന്നോട് ആരാന്ന്. അത് ഏത് പടത്തിന്റെ ലുക്കിലായിരുന്നു? സമ്മതിക്കണം. ഇന്റർവ്യൂ നല്ല കിളിപോയ ഐറ്റം എന്തോ ഒരു പ്രശ്നമുള്ള ചെറിയൊരു പ്രശ്നം, എനിക്ക് എന്തോ ഒരു ദുരൂഹത ഉണ്ട്. അത് അതിന് ദുരൂഹതല്ല, ഇതുവരെ ഒരു ദുരൂഹത ഉണ്ട്. നാഷക്കല്ലേ, നാഷക്ക് അറിയാം സമത് ഇവിടെ ഈ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തില് ഒരു ഗാനമേള നടക്കാം നാഷക്കാണ്. അപ്പൊ അവിടെ ഒരു ഹിന്ദു ഭക്തിഗാനം പാടണം. അവരുടെ എന്തോ ഒരു പരിപാടിയായിരുന്നു. അപ്പൊ നാഷക്ക് അവിടെ കൂടി നീ അവിടെ ഉണ്ടാന്ന് ചോദിച്ചു. ഞാൻ എന്നെ ഒരാളെ ഇവിടെ അത് പെട്ടെന്ന് വിളിച്ചു. ഞാനവിടെ പള്ളിക്കെട്ട് പറഞ്ഞതാണ്. ഞാൻ അവിടെ ചെന്നപ്പോൾ ഈ സമതന്റെ കല്യാണം കഴിഞ്ഞിരുന്നു. ആ കല്യാണത്തിന് ഞാൻ പോയിട്ടില്ല. അപ്പോൾ സമത പെട്ടെന്ന് ഇക്ക എൻ്റെ വൈഫിനൊന്നും ഭയങ്കര ആരാധനയാണ്. ഇക്കാണ് 8 സുന്ദരികൾ, അവൻ 5 സുന്ദരി 8 സുന്ദരികൾ, 8 സുന്ദരി എൻ്റെ വൈഫിന് ഭയങ്കര. അപ്പൊ നാശമൊക്കെ പെട്ട് അടുത്തപ്പെട്ടു. നാശമൊക്കെ പറയണം അത് 4ാമത്തെ പാട്ട് പോയി എന്നൊക്കെ പറഞ്ഞ് നീ പൊക്കോന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴേ സമൂഹം ഒന്നിക്കൊക്കെ ഷായനായിട്ടൊക്കെ ഉണ്ടായിരുന്നു. തൊട്ടടുത്തായിട്ട് പിള്ളേർ ഞാൻ ചെന്നപ്പോ ഇതേ ഡയലോഗ് ഇത്രയും ബിൽഡപ്പ് ചുമ്മാ പറഞ്ഞോണ്ട് പോയതാ, അറിയാൻ പാടില്ല. പുള്ളിയുടെ അവസ്ഥ അപ്പൊ അത് പറഞ്ഞുകൊണ്ട് എൻ്റെ മദറിനോടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. പുള്ളിക്കാരി ബയോളജി ടീച്ചറൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതിൽ ശരിക്കും സജിൻ്റെ ക്യാരക്ടർ ഒരു രാജേന്ദ്ര പ്രസാദ് എന്ന് പറയുന്നൊരു അധ്യാപകനാണ്. ഓക്കെ. അപ്പം ഈ നമ്മൾ ഓരോ ക്യാരക്ടേഴ്സിനും എന്തെങ്കിലും ഒരു സ്വഭാവം, ഒരു മാനറിസം. അപ്പം രതീഷ് പറഞ്ഞു ഈ സംസാരിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ എഴുതി കാണിക്കാൻ, അങ്ങനെ സംസാരിക്കാൻ പറഞ്ഞു. ഇപ്പം ചോദിക്കാണ് എന്താ പേര് അങ്ങനെ എഴുതും. അതാണ് ആ പാട്ടിലും ഉണ്ട്. ഡാൻസ് കളിക്കുമ്പോ ശരിയല്ലേ എന്ന് ചോദിക്കുമ്പോ ശരിയാണ്, ടിക്കൊക്കെ കൊടുക്കും, വായുവില് അങ്ങനെയൊക്കെ കൊടുക്കും. ശരി, ഇത് അത്രയൊക്കെ വേണോ എന്നൊക്കെ എനിക്ക് ഒരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. ഈ അടുത്ത് ഓമനാമ്മ എന്നാണ് എൻ്റെ മദറിനോട് പേര്. പുള്ളിക്കാരിയോട്ട് എന്തോ സംസാരിക്കുന്നുണ്ടെങ്കിൽ പുള്ളിക്കാരി അതേ മോനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എഴുതുന്നുണ്ട്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും ചോദ്യം ചോദിക്കുമ്പോൾ അത് ശരിയാണ് മോനെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. അതുള്ളതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ചില പാട്ടുകാരില്ലേ, ചില പാട്ടുകാരൊക്കെ അവരുടെ ഒരു സ്റ്റൈൽ ഇതാ ഇങ്ങനെ കാണിക്കും. ഇങ്ങനെയൊക്കെ
ചെറിയൊരു സത്യം എനിക്ക് പറഞ്ഞത് അത് തെറ്റിയ പ്രശ്നമോ? തെറ്റില്ല. ഈ രതീഷ് സാറെ എവിടെയോ കണ്ടിട്ടുണ്ട്. അത് ഇത് ആക്ച്വലി മറ്റേ അധ്യാപകന്മാര് ബോർഡിൽ എഴുതിയിട്ട് പഠിപ്പിക്കില്ലേ, അതാണ് അതിന്റെ മെയിൻ പരിപാടി. അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടെന്നോ. അതെ അതെ ആ ഒരു ട്രീറ്റ് അല്ലേ? ഞാൻ പറഞ്ഞ അങ്ങനെ ഇപ്പൊ ഇതില് പുള്ളി ഭക്ഷണം ഇല്ല പറഞ്ഞോ. അപ്പൊ അതില് പുള്ളി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വർത്താനം പറയുമ്പോൾ പാത്രത്തിൽ എഴുതും അങ്ങനെയൊക്കെയുള്ള ചോറിൽ അതെ അതെ കുറച്ചുകൂടെ ചോറ് തന്നെ. അപ്പൊ ഇങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞ് ചോറ് കഴിക്കും. ഓ പിന്നെ പിന്നെ അപ്പം ഞാൻ പറഞ്ഞത് ഈ ഇങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ പോലും നമുക്ക് അങ്ങനത്തെ കുറേ ന്യൂവാൻസസുകളുണ്ട്, ഭയങ്കര മൈന്യൂട്ട് ഡീറ്റെയിലിങ്ങും കാര്യങ്ങളും ഉണ്ട്. അത് ചിലപ്പം നമുക്ക് ആദ്യത്തെ കാഴ്ചയിൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ കാഴ്ചയിലായിരിക്കും കാണാനായിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ 2-3 പ്രാവശ്യമൊക്കെ സിനിമ തിയേറ്ററിൽ പോയി കാണുക, ഇങ്ങനെ പുതിയ പുതിയ ഐറ്റംസ് ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത നിങ്ങൾ കണ്ടുപിടിച്ച് ഞങ്ങൾ അറിയിക്കുക, കണക്ട് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെയുള്ള ദുരൂഹത മാറ്റാൻ നമുക്ക് 2-3 കാണാവുന്നതാണ്. അതെ അല്ലേ? അപ്പോൾ ഒരു 3 ഷോ എങ്കിലും കാണാം. ഈ നമ്മളിപ്പോൾ ഒരു ഫിലിം ഡയറക്റ്റ് ചെയ്തിട്ട് അതൊരു ഗംഭീര സിനിമ ആയി കഴിയുമ്പോൾ അപ്രീസിയേഷനിലുപരി ചിലപ്പോൾ ചാൻസ് ചോദിക്കുന്നൊരു പരിപാടി അതൊരു പാരലി ഭയങ്കര രീതിയിൽ നടക്കുന്നൊരു പരിപാടി. അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചിദംബരത്തിൽ തോന്നിയ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടെങ്കിൽ ഒന്ന് പറയാമോ? ചാൻസ് ചോദിക്കില്ലല്ലോ ഞാനും. ഇത് അങ്ങനത്തെ ഒരു സാധനമാണോ ഇപ്പൊ ചോദിച്ചത്? വേറൊരു രീതിയിൽ പല ഭാവങ്ങൾ അങ്ങനെയാണെങ്കിൽ വേണ്ട, ഞങ്ങൾ എപ്പോഴും ചോദിച്ചോണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ ബാലൻസ് ചെയ്തു. അപ്പൊ അതിൽ ഞാൻ പിള്ളേരുടെ ഓഡിഷൻ ടേപ്പ് ഇങ്ങനെ കുറെ കാണുമായിരുന്നു. അപ്പൊ അതിൽ പിള്ളേരുടെ കുറെ സാധനങ്ങൾ. അപ്പം ഒരു പയ്യൻ എനിക്ക് അയച്ചെന്ന ഓഡിഷൻ ടേപ്പ് മറ്റേ സീന്, അന്യനിലെ സീൻ 5 കൊല ഓഡിഷൻ എന്നെക്കൊണ്ട് ഇതൊക്കെ പറ്റും പണ്ടല്ലേ സാർ അന്യനും അമ്പിയായിട്ട്. അതായിരുന്നു ഞാൻ ഇതുവരെ കണ്ടതിൽ ഏറ്റവും രസകരമായ ഓഡിഷൻ ടേപ്പ്. എന്ത് പറഞ്ഞ കൊച്ചിനടുത്ത് അടുത്ത സിനിമ ഏതാന്ന് ചോദിച്ചപ്പോൾ പുള്ളി ബാലൻ എന്ന് പറഞ്ഞപ്പോഴേ ഞങ്ങൾ തകർന്നു. കാരണം എന്തായാലും നമുക്ക് ബാലനാണ് ഓപ്പർച്യൂണിറ്റി ഇല്ലല്ലോ ഒന്ന്. ഷർണയുടെ ഒരു ഡ്രീം കം ട്രൂ എന്ന് പറയുന്നൊരു സംഭവം. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ആക്ടർ ആവാം, അല്ലെങ്കിൽ ഒരു അണ്ടർ വൺ ഡയറക്ടർ ആവാം. യെറ്റ് ടു വർക്ക്. യെസ്, അതിപ്പോ കുറേ ഉണ്ട്. എന്നൊരു രണ്ട് പേര് പറയുകയാണെങ്കിൽ ഇപ്പം യെറ്റ് ടു വർക്ക് അല്ല, ഓൾറെഡി വർക്കിൽ ഒരു ഹാപ്പിനെസ് തന്നേക്കുന്നത് ചാക്കോച്ചൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോഴാണ്, ടു ബി ഓണസ്റ്റ്. ആൻഡ് അത് മാത്രമല്ല, ഒരുപാട് നല്ല ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. അതിലൂടെ കുറേ നല്ല ലേണിങ്സും കിട്ടി. സോ നല്ലൊരു സ്കൂളിംഗ് ആയിരുന്നു ഈ ഒരു മൂവി. സോ അത് നല്ലൊരു സന്തോഷമാണ്, എക്സ്പീരിയൻസ്. ചാക്കോച്ചൻ്റെ ഫേവറേറ്റ്, ചാക്കോച്ചൻ്റെ ചെയ്ത മൂവികളിൽ നോക്കുമ്പോൾ ഒരു റീവാച്ച് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള, അല്ലെ ആ ടൈമിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവി ഉണ്ടെങ്കിൽ ഏതാണ്? ഫസ്റ്റ് മൂവി ഓട്ടോ ഏത് പറയാൻ കേട്ടോ. ആക്ച്വലി ഇഷ്ടംപോലെ മൂവി നമ്മൾ കാണാറുണ്ട്. ചാക്കോച്ചിന്റെ പഴയ മൂവീസ് ഒക്കെ ആണെങ്കിൽ പോലും അത് ഭയങ്കര ഒരു എന്റർടൈനിങ് ആണ്. പിന്നെ ഒരു ടൈമിൽ വി ഓൾ ഗേൾസ് യൂസ് ടു റൊമാൻറ്റിസൈസ് വിത്ത് ഹിം, ലൈക്ക് മൈൻഡിലൊക്കെ. അപ്പോൾ ഹി ഹാസ് ഓൾവേസ് ഗോട്ട് എ സ്പെഷ്യൽ പ്ലേസ് ഇൻ ഓൾമോസ്റ്റ് എവറി ഗേൾസ് മൈൻഡ്. അത് ചെറുതായിരുന്നപ്പോഴും ചാക്കോച്ചന്റെ കല്യാണം നിശ്ചയിക്കുമോ, കല്യാണം കഴിയുമെന്നത് അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ഒരു പോസ്റ്റർ എനിക്ക് കൊണ്ട് തരാം, ചാക്കോച്ചൻ എനിക്ക് ഇനി ഇത് വേണ്ട. അത്ര ഹാർട്ട് ബ്രോക്കൺ ആയിരുന്നു. ആക്ച്വലി പറഞ്ഞ എത്ര ഹാർട്ട് ബ്രോക്കൺസ് ഉണ്ടായി കാണും അല്ലേ? ലോട്ട്സ് ഓഫ് അല്ലേ, ഒരുപാട്. ചാക്കോച്ച അല്ലേ ഒന്ന് ആലോചിക്കും. വേറൊരു കാര്യം, ഈ മനുഷ്യനിൽ ഒരു ദുരൂഹതയില്ല. ഇപ്പൊ ഫുൾ ദുരൂഹത. ഇപ്പോഴാണ് ആ ദുരൂഹത വന്നതല്ലേ? ഓക്കെ. അതുപോലെ ജാഫ്രിക്ക, ഇപ്പോൾ ജാഫ്രിക്ക പറഞ്ഞു, ജാഫ്രിക്കയ്ക്ക് വളരെയധികം കംഫർട്ടബിളായിട്ട് അല്ലെ വിളിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ LJP വിളിച്ചു കഴിഞ്ഞാൽ ഒന്നും നോക്കില്ല, ചെല്ലുന്നു. അതൊരു ലേണിംഗ് പരിപാടി തന്നെയാണ്. നമുക്ക് പഠിക്കാൻ ഒരുപാട് സംഭവമുണ്ട്. പറഞ്ഞാൽ നമ്മൾ വേറെ ഒന്നും നോക്കാറില്ല, ചെല്ലുന്നു, അഭിനയിക്കും. അങ്ങനെ വേറൊരു ഡയറക്ടർ ഉണ്ടെങ്കിൽ ആരായിരിക്കും? ലിജോ ജോസ് എന്ന് പറയുന്ന ഡയറക്ടർ അല്ലാതെ പുള്ളി വിളിച്ചു കഴിഞ്ഞാൽ ഒന്നും നോക്കില്ല, ചെല്ലുന്നു, അഭിനയിക്കും. അതൊരു കോൺഫിഡൻസ് ആണ് ജാഫ്രിക്കയ്ക്ക്. അതുപോലെ വേറെ ഡയറക്ടർ ഉണ്ടെങ്കിൽ ആരായിരിക്കും? എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ. ഇപ്പൊ ആ ഒരു കച്ചവടക്കാരനാണ് ഇദ്ദേഹവും, ഈ രതീഷ് സാറ്. അതെ. പിന്നെ എനിക്ക് അതിനകത്ത് പറയണ മാർട്ടിൻ ബട്ട്ലർ സാർ എന്നൊക്കെ പറയണ അങ്ങനത്തെ ഉള്ള ആൾക്കാർ. ശരി. ഞാൻ ചെയ്തിട്ടുള്ള ഡയറക്ടേഴ്സൊക്കെ ഭൂരിഭാഗമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വാസമുള്ളവരാണ്. ചില
ഞാൻ പറഞ്ഞില്ല കുറച്ച് മുമ്പ് കുറേ ഒരു ഇൻ്റർവ്യൂ നമുക്ക് സമാധാനം എന്ന് പറയുന്ന സാധനം നമ്മൾ ഈ ലൊക്കേഷനിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഇടപഴകലും സമാധാനവും ഇതൊക്കെ എന്ന് പറയും. നമ്മൾ ഇച്ചിരി ബാക്കിൽ നിന്ന് വന്നു കുറച്ച് അകലത്തിൽ നിന്ന് വന്നോണ്ടേ കുറച്ച് കാലമായി അതൊരു ഫിലിമിലോട്ടൊക്കെ എല്ലാവരും ഫിലിം ഞാൻ ഒരു 10-35 പടം ഫിലിമിൽ ചെയ്തു. ആ സമയത്തൊക്കെ ഉണ്ടാകുന്ന ക്യാമറമാന്മാരുടെ ഒക്കെ എനിക്ക് ചില ക്യാമറമാൻ ശരി അവർ പേടിച്ച് ഭയന്നൊക്കെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവരെ ഒരു ചെയ്തത് ശരിയായോ അത് അങ്ങനെ ചെയ്തത് അങ്ങനെ അപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ട് അവരുടെ മുഖത്ത് നോക്കുമ്പോൾ അവർക്കൊരു പ്രശ്നമുണ്ടോ എന്ന് നമുക്കൊരു സംശയം തോന്നില്ല. ഇപ്പം അതൊന്നുമില്ല. ഇപ്പം നല്ല യങ് പിള്ളേരൊക്കെ ചാടിയിട്ട് എല്ലാ സൈഡിലും പിള്ളേർ സെറ്റല്ലേ. ഇപ്പം പഴയ ആൾക്കാർക്ക് വല്ലപ്പോഴും ഒക്കെയാണ് വർക്ക് കാര്യങ്ങൾ. പക്ഷെ അവരും അതിന് താരതമ്യപ്പെട്ടൊക്കെ പോണേ. അതിനിപ്പോൾ വലിയ പ്രശ്നമൊക്കെ ഒന്നുമില്ല. അങ്ങനെ അപ്പം സമാധാനമാണ് അല്ലേ. സന്തോഷം സമാധാനം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ബാക്കി വർക്ക് അടിപൊളിയാവും. പിന്നെ അത് എന്ത് കാര്യത്തിലാണ്. ഇപ്പം നിങ്ങളെ മോണിറ്റർ ചെയ്യാൻ പറ്റും. അവിടെ മോനെ പറഞ്ഞു വിട്ടേക്കുന്ന ആൾ പെട്ടെന്ന് അത് ചെയ്ത് നീ ഓർമ്മ ചെയ്ത് 5 എണ്ണം ചെയ്ത് കൊണ്ടുവരാൻ പറഞ്ഞു ശല്യം ചെയ്തുകൊണ്ടുള്ള പ്രശ്നമല്ലേ മുഴുവൻ കംപ്ലീറ്റ് പോകും. അപ്പം ഇതും കൊള്ളൂല അതും കൊള്ളിയല്ല ഒന്നും കൊള്ളിയല്ല. അപ്പം അതേ ഉള്ളൂ. ഇല്ല ഈ ഇപ്പോൾ രതീഷേട്ടൻ്റെ കാര്യമാണെങ്കിലും രതീഷേട്ടൻ തന്നെ ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഭയങ്കര സ്ട്രിക്റ്റാണ്. ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു അല്ലെ കറക്റ്റ് സെറ്റിലാണെങ്കിലും അങ്ങനെ ഓവർ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു പരിപാടി തന്നെയാണോ രതീഷേട്ടൻ്റെ ഒരു ഇതിൽ? കാരണം സിനിമയുടെ ക്വാളിറ്റിക്ക് വേണ്ടി ഏതറ്റവും പോകുന്നൊരു വ്യക്തിയും കൂടെ ആണല്ലോ ആസ് എ പേഴ്സൺ. എന്താണ് ചാക്കോച്ച പറയാനുള്ളത്? ഇല്ല തീർച്ചയായിട്ടും. കാരണം അതിൽ പുള്ളിയുടെ കാര്യത്തിൽ എടുത്തു പറയേണ്ട ഒരു ഭയങ്കര ഒരു പ്ലസും ചിലപ്പോൾ നമുക്ക് മൈനസുമായിട്ട് തോന്നാവുന്നൊരു കാര്യമാണ്. പക്ഷെ അത് സിനിമയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം ഇന്നത്തെ കേസുകളിലൊരു സീക്വൻസ് ഉണ്ട്, ഒരു ഭയങ്കര ലെങ്തി സീക്വൻസ് ആണ്, ഒരു കോടതിയിലെ സാധനങ്ങൾ. എല്ലാവരും പുതിയ ആൾക്കാരാണ്, എൻ്റെ കൂടെ അഭിനയിക്കുന്ന എല്ലാവരും പുതിയ ആൾക്കാരാണ്. ആ സീക്വൻസിൽ ഒരു ലെങ്തി സീക്വൻസ്, ഒരു സിംഗിൾ ഷോട്ടാണ്. പലരുടെ മുഖത്തോട്ടും പോയിട്ട് പലരുടെ ഡയലോഗുകൾ, ലെങ്തി ഡയലോഗുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇത് എല്ലാവരും തെറ്റിച്ചുകൊണ്ടിരിക്കുക. അത് എനിക്ക് തോന്നുന്നു രാവിലെ മുതൽ തുടങ്ങി ആ ഒരൊറ്റ ഷോട്ടിന് വേണ്ടിയിട്ട് ആ ഫുൾ ഡേ നമ്മൾ ഷൂട്ട് ചെയ്തു. അപ്പം വേണമെങ്കിൽ നമുക്കത് കട്ട് ചെയ്തിട്ട് എടുക്കാം എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ ഉണ്ടെങ്കിൽ പോലും അത് ആ ഒരു ഷോട്ടിൻ്റെ ഒരു ഫ്ലോ അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി പോകും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അത് തന്നെ വേണമെന്ന് നിർബന്ധം പിടിച്ച് എത്രയോ ടേക്കുകൾ പോയി ക്ഷമയോടുകൂടി അവരെ കൊണ്ട് ചെയ്യിച്ച് കറക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ റിവൈസ് ചെയ്യിപ്പിച്ചിട്ട് ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കുക, അങ്ങനത്തെ പല പല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ആ ഷോട്ട് എടുത്തത്. അപ്പോൾ ആ രീതിയിൽ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഈസ് 110% കമ്മിറ്റഡ്. എനിക്ക് തോന്നുന്നു ഇവൻ കഴിഞ്ഞൊരു സിനിമയുടെ പ്രൊഡ്യൂസർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ക്വാളിറ്റിക്ക് വേണ്ടി ഒരു കോംപ്രമൈസും ഇല്ല, എത്ര ബഡ്ജറ്റ് ആണെങ്കിലും അത് കിട്ടി പോവുക എന്നുള്ളത്. എനിക്കൊന്ന് കഴിഞ്ഞൊരു പ്രൊഡ്യൂസർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എമൗണ്ട് കൂടി എന്നൊക്കെയുള്ള. ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് ആ ഒരു ക്വാളിറ്റി കോംപ്രമൈസ് ഇല്ലാത്തത് കൊണ്ടാണല്ലോ. തീർച്ചയായിട്ടും ഉണ്ട്. അപ്പം അതിൽ ശരിക്കും ഞാൻ പറഞ്ഞത് ഈ മോക്ക് ഷൂട്ടൊക്കെ നമ്മൾ ചെയ്യുന്നത് ആ ഒരു ക്വാളിറ്റി എത്രത്തോളം നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റും, ആ ക്വാളിറ്റി പക്ഷേ മിനിമൽ എക്സ്പെൻസിൽ എങ്ങനെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് ഈ മോക്ക് ഷൂട്ടൊക്കെ നടന്നത്. ഇപ്പം ഈ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്രീ ഷൂട്ട് പോലെ എത്ര ദിവസം ഉണ്ടായിരുന്നു? ഒരു 15 ഡേയ്സ് പ്രീ ഷൂട്ട് നടത്തിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ പ്രപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഫൈനലി ആസ് എ ക്രിക്കറ്റർ കൂടെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. നിങ്ങളെല്ലാം വാച്ച് ചെയ്യുന്നുണ്ടായിരിക്കും IPL. ഒരു ഫേവറേറ്റ് ടീം ഉണ്ടെങ്കിൽ അതെ ചാക്കോച്ചിൻ്റെ എപ്പോഴും കൂടെ നിൽക്കുന്നത്? എപ്പോഴും കൂടെ നിൽക്കുന്നത് CSK ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്. പക്ഷേ ഇപ്പം രാജസ്ഥാൻ റോയൽസ് നമുക്ക് നേരത്തെ സഞ്ജു ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ അതിലോട് ഭയങ്കരമായിട്ടൊരു അഡിക്ഷൻ ഉണ്ട്. അപ്പോൾ അത് സ്റ്റിൽ RR ഇസ് ദർ ആൻഡ് കോഹ്ലി ഉള്ളതുകൊണ്ട് RCB ഇസ് ദർ. പിന്നെ കുറേ നാളായി പഞ്ചാബ് കിങ്സ് ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അവരും ഫേവറേറ്റ് ലിസ്റ്റിലുള്ളതാണ്. RR ഇപ്പം സൂര്യവംശം ഉള്ളതുകൊണ്ട് ഇന്നലത്തെയൊക്കെ കളി ഒരു രക്ഷയില്ലാട്ടാ. 17 ബോളിൽ 50. അല്ല, ബുംറയൊക്കെ ഫസ്റ്റ് ബോൾ തന്നെ 6 അടിക്കാനാണ് ആഗ്രഹമെന്ന് നേരത്തെ പറഞ്ഞിട്ട് അത് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് ഔട്ട് ഓഫ് ദി വേൾഡ്. അത് എനിക്ക് ഭയങ്കര മാനിഫെസ്റ്റേഷൻ ആണ്. ഈവൻ മുകുലും അതെ, മുകുൽ ചൗധരി വിൻ ചെയ്തല്ലോ. ഇത് ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. ജാഫറൊക്കെ ഞങ്ങള് ബാഡ്മിന്റൺ അല്ല ക്രിക്കറ്റ് കളിച്ചപ്പോ ഒരു ഭയങ്കര ഹൈ ക്യാച്ച് എന്റേത് പുള്ളിയുടെ അടുത്ത് ജാഫറൊക്കെ എവിടെ എടുത്തു, ഞാൻ തോന്നിയ ദിവസം എടുത്തു ക്യാച്ച് എടുത്തു. കളിക്കുന്ന ആളുമല്ലേ. അപ്പോൾ എന്തായാലും
അടിപൊളി മൂവി ആവട്ടെ. ഈ വിഷുവിന് നമുക്ക് ഈ ദുരൂഹ സാഹചര്യം സെലിബ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനകത്ത് എന്തൊക്കെയാണ് ദുരൂഹത എന്നുള്ളത് ഞങ്ങൾ അറിയാൻ പോവുകയാണ് ഈ വിഷുവിന്. അതിന് ഓൾ ദ വെരി ബെസ്റ്റ് ടു ദ എൻറ്റയർ ക്രൂവിന് ഞാൻ ഓൾ ദ വെരി ബെസ്റ്റ് തരികയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഫസ്റ്റ് ഡേ നമുക്ക് തിയേറ്ററിൽ കാണാം. വിളിക്കാം. താങ്ക് യു. ഓക്കെ.